Dear students, welcome back to my channel. Homework classന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബേസിക് സയൻസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ രണ്ടാമത്തെ അധ്യായമായ ജീവജലം അഥവാ ലൈഫ് ഗിവിംഗ് വാട്ടർ എന്ന അധ്യായമാണ് പഠിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് നമ്മൾ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, അതൊക്കെ എടുത്തൊന്ന് കാണുക. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്ലാസ് കണ്ട് പരമാവധി ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സോ എന്തെങ്കിലും വേണമെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ ഈ ഒരു ദിവസത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം അതും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ അതുകൂടെ ഉൾപ്പെടുത്താം. എന്തെങ്കിലും ബാക്കി പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന ഒരു കാര്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങിയത് അല്ലേ. എന്താണ് സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ജലത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ വാട്ടറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ ഒരു പരീക്ഷണം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കുറേ വസ്തുക്കൾ ജലത്തിൽ ലയിക്കുന്നത്, അതുപോലെ മണ്ണെണ്ണയിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്, വെളിച്ചെണ്ണയിൽ ലയിക്കുന്ന, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നത് ജലത്തിലാണ് അല്ലെങ്കിൽ വാട്ടറിലാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ വാട്ടറിനെ എന്ത് പറയുന്നതോ വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സാർവിക ലായകമാണെന്ന് പറയുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നത്? വൈ ഈസ് വാട്ടർ കോൾഡ് യൂണിവേഴ്സൽ സോൾവെൻ്റ്? എന്തുകൊണ്ടായിരിക്കാം വിളിക്കുന്നത്? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. വാട്ടർ ഈസ് എ സോൾവെൻ്റ് വിച്ച് ഡിസോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസസ്. ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെൻ്റ്. മനസ്സിലായല്ലോ? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്നത് വാട്ടറാണ്. അതുകൊണ്ടാണ് വാട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ സാർവിക ലായകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഇതിനു മുൻപ് പഠിച്ചത് ജലത്തിൻ്റെ ലയിപ്പിക്കാനുള്ള കഴിവിനെ കുറിച്ചാണ് അല്ലേ. ഇനി നമ്മൾ പഠിക്കുന്നത് ജലത്തിൻ്റെ മറ്റൊരു കഴിവ്. അതിനെയാണ് നമ്മൾ ജലവിധാനം അല്ലെങ്കിൽ വാട്ടർ ലെവൽ എന്ന് പറയുന്നു. എന്താണ് ഈ വാട്ടർ ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മിസ്സ്. എന്താണ്? 2 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അല്ലേ, ഒരേ വലുപ്പത്തിലുള്ള 2 പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ട്. അവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പൈപ്പ് ഉണ്ട് അല്ലേ. എന്നിട്ട് മിസ്സ് കാണിച്ചു തന്നതിൽ എന്തുണ്ടായിരുന്നു? ഒരു വാൽവും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ വാൽവ് തുറക്കുന്ന സമയത്ത് ജലം എന്ത് ചെയ്യുന്നു? ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അതായത് ഒരേ നിരപ്പിലല്ല വെള്ളം എങ്കിൽ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൻ്റെ നിരപ്പ് കൂടിയ കുപ്പിയിൽ നിന്നും കുറഞ്ഞ കുപ്പിയിലേക്ക് വെള്ളം സഞ്ചരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ വാട്ടർ ലെവലിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ വാട്ടർ ലെവൽ കൂടിയ കുപ്പിയിൽ നിന്നും കുറഞ്ഞതിലേക്ക് വെള്ളം പോകുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഒരേ ലെവലാകുന്നത് വരെ ആ വെള്ളം അങ്ങനെ ഫ്ലോ ചെയ്യും. ഒരേ ലെവലായി കഴിയുമ്പോൾ അത് അവിടെ നിൽക്കും. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ജലവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ പരീക്ഷണം. 2 പ്ലാസ്റ്റിക് കുപ്പികൾ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് അവയുടെ അടിഭാഗത്ത് ഓരോ ദ്വാരമിടണം. ഒരു മേസൺ പൈപ്പ് ദ്വാരത്തിൽ കടത്തിയ ശേഷം ചോർച്ചയില്ലാതെ പശ കൊണ്ട് അടയ്ക്കുക. എന്നിട്ട് ഒരു കുപ്പിയിൽ നിറയെ വെള്ളം ഒഴിക്കുമ്പോൾ ജലവിധാനം തുല്യമാകുന്നതായിട്ട് കാണാം എന്നാണ് പറയുന്നത്. Cut 2 plastic bottles into equal size. Put a hole at the base of each of the bottles. Insert the ends of a mason pipe into each of the holes, closing them without leakage. Using an adhesive, add water to fill one bottle completely. Then we can see that the water level in 2 bottles become സെയിം. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 2 വാട്ടർ ബോട്ടിൽസ്, 2 കുപ്പികൾ എടുക്കുക, ഒരേ വലിപ്പമായിരിക്കണം, അവയെ ഒരു പൈപ്പ് കൊണ്ട് ബന്ധിപ്പിക്കുക. ആ നമ്മളുണ്ടാക്കുന്ന ആ ഹോളൊക്കെ നല്ല ഉറപ്പിച്ചിട്ടുണ്ടാവണം. മീൻസ് അതിലെ വെള്ളം ലീക്ക് ചെയ്ത് പോകാനായിട്ട് പാടില്ല. എന്നിട്ട് നിങ്ങൾ ഒരു കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് മറ്റേ കുപ്പിയിലേക്ക് വെള്ളം പോകുന്നതായിട്ട് കാണാം. ഒരേ ലെവലാകുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ
എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വെള്ളം ഒരു വിധാനം പാലിക്കുന്നു, അല്ലെങ്കിൽ വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതായിരുന്നു ഒരു ചോദ്യം. ഒരു കുപ്പി മുകളിലേക്ക് വെച്ചാൽ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ഇഫ് പുട്ട് എ ബോട്ടിൽ ഓൺ ടോപ്പ്? അതായത് ടീച്ചർ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ടീച്ചർ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ 2 ബോട്ടിലും ഒരേ ലെവലിലാണ് വെള്ളം എന്ന് വിചാരിക്കുക. ഒരേ നിരപ്പിലാണെങ്കിൽ ഒരു കുപ്പി എടുത്ത് മുകളിലേക്ക് വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? മുകളിലേക്ക് വെച്ച കുപ്പിയിൽ നിന്നും താഴെ ഇരിക്കുന്ന കുപ്പിയിലേക്ക് വെള്ളം ഒഴുകും അല്ലേ? ഇപ്പം എങ്ങനെ പറയാം നമുക്ക്? മുകളിൽ വെച്ച കുപ്പിയിൽ നിന്നും താഴെയുള്ള കുപ്പിയിലേക്ക് വെള്ളം ഒഴുകുന്നു. 2 കുപ്പികളിലെയും വെള്ളത്തിൻ്റെ നിരപ്പ് തുല്യമാകുമ്പോൾ ഈ ഒഴുക്ക് നിൽക്കുന്നു അല്ലേ? വാട്ടർ ഫ്ലോസ് ഫ്രം ദ ബോട്ടിൽ ഓൺ ടോപ്പ് ടു ദ ബോട്ടിൽ ഇൻ ദ ബോട്ടം ആൻഡ് ദിസ് ഫ്ലോ എൻഡ്സ് വെൻ ദ വാട്ടർ ലെവൽ ഓഫ് 2 ബോട്ടിൽസ് ബിക്കം ഈക്വൽ. കാരണം എന്താണ്? ഒരു കുപ്പിയെടുത്ത് മുകളിലേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ലെവൽ മാറി അല്ലേ? വാട്ടർ ലെവൽ മാറി. അപ്പം താഴെയുള്ള കുപ്പിയിലെ വാട്ടർ ലെവൽ താഴ്ന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മുകളിലെ കുപ്പിയിൽ നിന്നും താഴെയുള്ള കുപ്പിയിലേക്ക് വെള്ളം ഒഴുകും. 2 കുപ്പികളിലെയും ജലത്തിൻ്റെ നിരപ്പ് ഒരുപോലെയാകുമ്പോൾ അത് നിൽക്കുകയും ചെയ്യും. ഇവിടെ വെള്ളത്തിൻ്റെ അളവല്ല കേട്ടോ നോക്കേണ്ടത്, വെള്ളത്തിൻ്റെ നിരപ്പാണ് നോക്കേണ്ടത്. ചിലപ്പോൾ താഴെ ഇരിക്കുന്ന കുപ്പിയിലായിരിക്കും കൂടുതൽ വെള്ളം, മുകളിലിരിക്കുന്ന കുപ്പിയിൽ കുറച്ചായിരിക്കും. പക്ഷെ അത് പ്രശ്നമല്ല, ഒരേ നിരപ്പിലാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? ഈ പരീക്ഷണത്തിലൂടെ നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. വാട്ട് കൺക്ലൂഷൻ ഡിഡ് യു കം ത്രൂ ദിസ് എക്സ്പെരിമെൻറ്റ്? റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. എന്ത് നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്? 2 പാത്രങ്ങളെ തമ്മിൽ ഒരു പൈപ്പ് വഴി ബന്ധിപ്പിച്ചാൽ അവയിലെ ജലത്തിൻ്റെ നിരപ്പ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. വെള്ളം കൂടുതലുള്ള പാത്രത്തിൽ നിന്ന് കുറവുള്ള പാത്രത്തിലേക്ക് ഒഴുകുന്നു. ജലനിരപ്പ് തുല്യമാകുന്നത് വരെ ഈ ഒഴുക്ക് ഉണ്ടാകും. ഇതല്ലേ നിഗമനം അല്ലേ? 2 പാത്രങ്ങളെ തമ്മിൽ നമ്മളൊരു പൈപ്പ് വഴി ബന്ധിപ്പിച്ചാൽ അവയിലെ ജലത്തിൻ്റെ നിരപ്പ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും 2 പാത്രങ്ങളിലെയും അല്ലേ? ഇനി ഒരു പാത്രത്തിൽ വെള്ളം കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? വെള്ളം കുറവുള്ള പാത്രത്തിലേക്ക് അത് ഒഴുകും. 2ലെയും നിരപ്പ് ഒരുപോലെ ആകുമ്പോൾ ആ ഒഴുക്ക് നിൽക്കുകയും ചെയ്യും അല്ലേ? എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? When we connect 2 vessels with a pipe, then the level of water in these vessels will be always equal. 2 പാത്രങ്ങളെ ഒരു പൈപ്പുമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഈ 2 പാത്രങ്ങളിലെയും വാട്ടറിൻ്റെ ലെവൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇഫ് ദ വാട്ടർ ലെവൽ ഇൻ വൺ വെസൽ ഈസ് മോർ ദാൻ ദ അതർ, ദെൻ വാട്ടർ വിൽ ഫ്ലോസ് ഫ്രം ദാറ്റ് ബോട്ടിൽ ടു അനദർ ടിൽ ദ വാട്ടർ ലെവൽ ബിക്കംസ് ഈക്വൽ. ഇനി ഒരു പാത്രത്തിലെ അല്ലെങ്കിൽ ഒരു ബോട്ടിലിലെ വെള്ളം കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? കുറവുള്ള പാത്രത്തിലേക്ക് വെള്ളം ഒഴുകും. ഏതുവരെ? 2 പാത്രങ്ങളിലെയും വെള്ളം ഈക്വൽ ആകുന്നത് വരെ അല്ലേ? ലെവൽ ഈക്വൽ ആകുന്നത് വരെ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഇതായിരുന്നു. നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ഇതുപോലെ ഒരു ഉപകരണം നിങ്ങൾ ഉണ്ടാക്കണം. ഏതുപകരണം? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, വാട്ടർ ലെവൽ നോക്കുന്ന ആ ഒരു ഉപകരണം. അപ്പോൾ നിങ്ങളോട് ടീച്ചർ പറഞ്ഞത്, നിങ്ങൾക്ക് ചിലപ്പോൾ പൈപ്പൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ 2 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് നമ്മുടെ പെന്നിൻ്റെ ഒരു റീഫില്ല്, അതായത് മഷി കഴിഞ്ഞ റീഫില്ലില്ലേ, ആ റീഫില്ലെടുത്തിട്ട് അത് വെച്ച് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളോട് അതിൻ്റെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഇതുപോലെ അല്ലേ, ആ ഉപകരണം ഉണ്ടാക്കിയതും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ വെച്ചൊരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഉപകരണത്തിൻ്റെ പേര് വേണം, അതിന് വേണ്ട സാമഗ്രികൾ എഴുതണം, ഉണ്ടാക്കുന്ന വിധവും എഴുതണം. നെയിം ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, മെറ്റീരിയൽസ് റിക്വയർഡ്, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഉപകരണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. കണ്ടോ, 2 കുപ്പികൾ, ഒരു റീഫില്ല്, അത് മാത്രം മതി. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഉപകരണത്തിൻ്റെ പേര്, ഈ ഉപകരണത്തിൻ്റെ എന്താ പേര്? ജലവിധാനം മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം അല്ലേ? അതിന് വേണ്ട സാമഗ്രികൾ 2 പ്ലാസ്റ്റിക് കുപ്പികൾ വേണം, ഒരു റീഫില്ല് വേണം. പിന്നെ ഉണ്ടാക്കുന്ന വിധം, 2 പ്ലാസ്റ്റിക് കുപ്പികൾ ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് അവയിൽ ഓരോ ദ്വാരമിടണം. ഒരു കാലിയായ റീഫില്ലെടുത്ത് ദ്വാരത്തിൽ കടത്തിയ ശേഷം പശ കൊണ്ട് ഒട്ടിക്കുക. ഇത്രയേ ഉള്ളൂ അല്ലേ? 2 പ്ലാസ്റ്റിക് കുപ്പികൾ ഒരേ വലിപ്പത്തിൽ എടുക്കുക, എന്നിട്ട് ഓരോ ദ്വാരമിടുക, ആ ദ്വാരത്തിലൂടെ റീഫില്ല് കണക്ട് ചെയ്ത് കൊടുക്കുക, അവിടെ നല്ല പശ കൊണ്ട് ഒട്ടിച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഉപകരണം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് അത് നോക്കിയാൽ മതി. ഇംഗ്ലീഷിലാണെങ്കിൽ നെയിം ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, ദ ഇൻസ്ട്രുമെൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് വാട്ടർ, മെറ്റീരിയൽസ് റിക്വയർഡ് 2 പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആൻഡ് റീഫിൽ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, cut 2 plastic bottles into equal size, put a hole at the base of each of the bottle, insert the ends of refill into each of the holes and closing them without leakage. 2 പ്ലാസ്റ്റിക് ബോട്ടിൽസ് കട്ട് ചെയ്യുക, ഈക്വൽ സൈസ് ആയിരിക്കണം.
2 ഹോൾസ് ഇട്ട് കൊടുക്കുക, അതിലൂടെ റീഫിൽ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് അവിടെ ക്ലോസ് ചെയ്യുക, ലീക്കേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതുണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനം. ഇനി അടുത്തൊരു ചിത്രം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിന് മുൻപ് നിങ്ങൾക്ക് ഒരു കാര്യം ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2 ബോട്ടിലുകളിൽ ടീച്ചർ കാണിച്ചു തന്നതിൽ ഒരു ബോട്ടിൽ കുറച്ച് മണലിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, മണലിട്ടിട്ടുള്ള വെള്ളമായിരുന്നു, മറ്റത് അല്ലാത്ത വെള്ളമായിരുന്നു. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു ആ മണലിട്ടിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ഒരു പുഴയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കിണറാണ് ആ മറ്റേ കുപ്പിയിലെ വെള്ളം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പുഴയിൽ നിന്നിങ്ങനെ മണൽ വാരുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള കിണറുകളിലെയൊക്കെ ജലത്തിൻ്റെ നിരപ്പ് അല്ലെങ്കിൽ ലെവലിന് എന്താണ് സംഭവിക്കുക എന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും സംഭവിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വാഭാവികമായിട്ടും മണൽ വാരുമ്പോൾ പുഴയിലെ ജലനിരപ്പ് താഴും അല്ലേ. താഴുന്ന സമയത്ത് എന്ത് ചെയ്യും, കിണറിലെ ജലനിരപ്പും താഴും. കാരണം എന്താണ്, കിണറിലെ ജലം പുഴയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലേ, അതാണ് സംഭവിക്കുക. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, പുഴയിൽ നിന്ന് മണൽ വാരിയാൽ കിണറിലെ വെള്ളത്തിന് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻ വെൻ സാൻഡ് ഈസ് ഡിഗിങ് ഫ്രം ദ റിവർ? കിണറിലെ വെള്ളത്തിൻ്റെ നിരപ്പ് കുറയും. ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ വെൽ വിൽ ഡിക്രീസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് മുങ്ങുന്നവയും പൊങ്ങുന്നവയും അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് ദാറ്റ് സിങ്ക് ആൻഡ് ദോസ് വിച്ച് ഫ്ലോട്ട്. നിങ്ങളറിയാം ചില വസ്തുക്കൾ വെള്ളത്തിലിടുമ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. ചില വസ്തുക്കളാണെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ മുങ്ങിപ്പോകും താഴോട്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ചില വസ്തുക്കൾ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുകയും മറ്റു ചില വസ്തുക്കൾ താഴ്ന്നു പോവുകയും ചെയ്യും. സം സബ്സ്റ്റൻസസ് വിൽ സിങ്ക് ഇൻ വാട്ടർ ആൻഡ് സം അതർ സബ്സ്റ്റൻസസ് വിൽ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഓക്കെ, അപ്പോൾ ടീച്ചർ കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങളോട് ഇതൊരു പട്ടികയാക്കിയിട്ട് എഴുതാൻ പറഞ്ഞു. അതായത് മുങ്ങുന്നവയും മുങ്ങാത്തവയും എന്നുള്ള രീതിയിൽ. എന്തൊക്കെ സബ്സ്റ്റൻസാണ് തന്നിരിക്കുന്നത് നോക്കിയേ. കർപ്പൂരം, കല്ല്, ഇറേസർ, കരിക്കട്ട, മരക്കഷ്ണം, സേഫ്റ്റി പിൻ, ചെറുപയർ, തെർമോക്കോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ. കാംഫർ, സ്റ്റോൺ, ഇറേസർ, ചാർക്കോൾ, വുഡ് പീസ്, സേഫ്റ്റി പിൻ, ഗ്രീൻ ഗ്രാം, തെർമോക്കോൾ ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പം നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവ എന്തൊക്കെയാണ്? ഒന്ന് കർപ്പൂരം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടീച്ചർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. കർപ്പൂരം ജലത്തിൽ പൊങ്ങിക്കിടക്കും. പിന്നെ തെർമോക്കോൾ അല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ, അത് നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ ജലത്തിൽ പൊങ്ങിക്കിടക്കും. ചെറുപയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തലേദിവസമൊക്കെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ കരിക്കട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആ കഷ്ണമില്ലേ, ആ കരിക്കട്ടയും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതുപോലെ തന്നെ മരക്കഷ്ണം നമുക്കറിയാമല്ലോ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇനി താഴ്ന്നു പോകുന്നവ ഏതൊക്കെയാണ്? ഒന്ന് കല്ല്, അതുപോലെ തന്നെ സേഫ്റ്റി പിന്ന്, അതുപോലെ തന്നെ ഇറേസർ. ഇതൊക്കെ താഴ്ന്നു പോകുന്നവയാണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്ട്സ് ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ ഏതൊക്കെയാണ്? കാംഫർ, തെർമോക്കോൾ, ചാർക്കോൾ, വുഡ് പീസ്, ഗ്രീൻ ഗ്രാം, പ്ലാസ്റ്റിക് ബോട്ടിൽ. കാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം, തെർമോക്കോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചാർക്കോൾ കരിക്കട്ട, വുഡ് പീസ് മരക്കഷ്ണം, ഗ്രീൻ ഗ്രാം ചെറുപയർ, പ്ലാസ്റ്റിക് ബോട്ടിൽ. പിന്നെ ഒബ്ജക്ട്സ് ദാറ്റ് സിങ്ക് ഇൻ വാട്ടർ മുങ്ങിപ്പോകുന്നത് സ്റ്റോൺ അഥവാ കല്ല്, ഇറേസർ അറിയാമല്ലോ, സേഫ്റ്റി പിൻ. ഓക്കെ, ഇതെല്ലാം സിങ്ക് ചെയ്യുന്നവയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത പ്രവർത്തനം ഇതായിരുന്നു, ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കണം. ഇപ്പം നമ്മൾ ചെയ്ത പ്രവർത്തനമില്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പരീക്ഷണക്കുറിപ്പാണ്. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു. ആദ്യം പ്രശ്നം എന്താണെന്ന് എഴുതണം. ലയിക്കാത്ത എല്ലാ വസ്തുക്കളും ജലത്തിൽ പൊങ്ങിക്കിടക്കുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് പറയണം. പരീക്ഷണ രീതി പറയണം. നിരീക്ഷണം, നിഗമനം, ഇതെല്ലാം പറയണം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ, അപ്പം നമുക്ക് ആദ്യം മലയാളത്തിൽ ഒന്ന് എഴുതാം എന്തൊക്കെയാന്ന്. പരീക്ഷണക്കുറിപ്പ്. പ്രശ്നം എന്തായിരുന്നു? ലയിക്കാത്ത എല്ലാ വസ്തുക്കളും ജലത്തിൽ പൊങ്ങി കിടക്കുമോ? അതിനാവശ്യമുള്ള സാമഗ്രികൾ നമ്മളിപ്പോൾ നേരത്തെ എടുത്ത സാധനങ്ങൾ തന്നെ മതി. കർപ്പൂരം, തെർമോക്കോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ചെറുപയർ, കരിക്കട്ട, മരക്കഷ്ണം, കല്ല്, സേഫ്റ്റി പിൻ, ഇറേസർ അല്ലേ. അപ്പം ഇതിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയും ഒക്കെ ഉണ്ട്. ഇനി പരീക്ഷണ രീതി എങ്ങനെയാണത് ഈ പരീക്ഷണം ചെയ്യേണ്ടത്? ഓരോ വസ്തുക്കളും ജലത്തിൽ ഇട്ടതിന് ശേഷം അല്പനേരം നിരീക്ഷിക്കുക അല്ലേ, പൊങ്ങുകയാണോ അതേ താഴ്ന്നു പോവുകയാണോ എന്നറിയണം. ഇനി അടുത്തതായിട്ട് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം. അപ്പോൾ ഇതാണ് നിരീക്ഷണമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേബിൾ വരച്ചിട്ട് എഴുതിയാൽ മതി എന്ന്. അപ്പോൾ ഈ ടേബിൾ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഏതൊക്കെയാണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവ, ജലത്തിൽ താഴ്ന്നു പോകുന്നവ എന്നൊരു ടേബിൾ വരച്ച് എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ നിഗമനം എഴുതണം.
എന്താണ് നിഗമനം എഴുതുക? കർപ്പൂരം, തെർമോക്കോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ചെറുപയർ, കരിക്കട്ട, മരക്കഷ്ണം തുടങ്ങിയ വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുകയും കല്ല്, സേഫ്റ്റി പിൻ, ഇറേസർ എന്നിവ താഴ്ന്നു പോവുകയും ചെയ്യുന്നു. അതായത് ചില വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ മറ്റു ചിലത് മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് ജലത്തിൽ ലയിക്കുന്നില്ല, അതിൻ്റെ ബേസിലൊന്നുമല്ല, അല്ലാതെ തന്നെയാണിത് ആവുന്നതെന്ന് നമുക്ക് പറയാം അല്ലേ? ഇംഗ്ലീഷിലാണെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിപ്പോർട്ട് എന്നാണ് പറയുക. പ്രോബ്ലം എന്താണ്? ഡു ഓൾ ഇൻസോലബിൾ സബ്സ്റ്റൻസസ് ഫ്ലോട്ട് ഓൺ വാട്ടർ? എല്ലാ ലയിക്കാത്ത വസ്തുക്കളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ എന്നാണ്. അതിൻ്റെ മെറ്റീരിയൽസ് റിക്വയർഡ് എഴുതണം, പ്രൊസീജിയർ ഓർ മെത്തേഡ് എഴുതണം, ഒബ്സർവേഷൻ വേണം, ഇൻഫറൻസ് വേണം. അപ്പോൾ ആദ്യം പ്രോബ്ലം എഴുതി നമ്മൾ. ഡു ഓൾ ഇൻസോലബിൾ സബ്സ്റ്റൻസസ് ഫ്ലോട്ട് ഓൺ വാട്ടർ. മെറ്റീരിയൽസ് റിക്വയർഡ് കാംഫർ, തെർമോക്കോൾ, ചാർക്കോൾ, വുഡ് പീസ്, ഗ്രീൻ ഗ്രാം, പ്ലാസ്റ്റിക് ബോട്ടിൽ, സ്റ്റോൺ, ഇറേസർ, സേഫ്റ്റി പിൻ ആൻഡ് വാട്ടർ. വാട്ടർ വേണ്ടേ? വെള്ളത്തിലല്ലേ നമ്മൾ ഇട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ മെത്തേഡ്? കീപ്പ് ഓൾ സബ്സ്റ്റൻസസ് ഇൻ വാട്ടർ ഫോർ സം ടൈം ആൻഡ് ഒബ്സർവ് ഇറ്റ്. കുറച്ച് സമയത്തേന് എല്ലാ വസ്തുക്കളും വെള്ളത്തിലിടുക, എന്നിട്ട് അത് നിരീക്ഷിക്കുക അല്ലേ? അപ്പോൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പട്ടികയാണ് കിട്ടുക. ഏതൊക്കെയാണ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് സിങ്ക് ചെയ്യുന്നത്, ഈ പട്ടിക നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫറൻസ് എഴുതാം അല്ലെങ്കിൽ നിഗമനം എഴുതാം. കാംഫർ, തെർമോക്കോൾ, ചാർക്കോൾ, വുഡ് പീസ്, ഗ്രീൻ ഗ്രാം ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ ആൻഡ് സ്റ്റോൺ, ഇറേസർ ആൻഡ് സേഫ്റ്റി പിൻ സിങ്ക് ഇൻ വാട്ടർ. സോ സം ഒബ്ജക്ട്സ് ഫ്ലോട്ട് ഇൻ വാട്ടർ വേറാസ് സം അതർ ഒബ്ജക്ട്സ് സിങ്ക് ഇൻ വാട്ടർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയിട്ട് വേണം ആ ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, അടുത്തതായിട്ട് പറഞ്ഞത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ചാണ്. വാഴത്തണ്ടിൽ കിടന്ന് നമ്മൾ നീന്തൽ പഠിക്കുന്നത് അല്ലേ, കണ്ടിട്ടില്ലേ? അത് ഈ വാഴത്തണ്ട് പൊങ്ങിക്കിടക്കുന്നു എന്നുള്ള ആ ഒരു സംഭവമാണ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചങ്ങാടത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ചങ്ങാടം ഉണ്ടാക്കുന്നത്? കുറേ മരക്കഷ്ണങ്ങൾ ഒരുമിച്ച് കെട്ടിച്ചേർത്താണ് ചങ്ങാടം ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നു. പിന്നെ ശരീരത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കെട്ടി നീന്തുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരീരത്തിൽ നിറയെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കെട്ടിയിട്ട് പൊങ്ങിക്കിടക്കാനായിട്ടുള്ള ഒരു സീക്രട്ടാണത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളാണ്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഏതെങ്കിലും പ്രവർത്തനങ്ങളോ ഏതെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.